ജ്യോതി, ഇപ്പോൾ ഹസ്കർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതും ഇന്ന് പാർട്ടി കൃത്യമായ ആ നിഷ്കളങ്കത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. നിഷ്കളങ്കനായ ഇ പി ജയരാജനെ ഇങ്ങനെ ആസൂത്രിതമായ ഒരു പൈങ്കിളി ശാസ്ത്രത്തിന്റെ പുറത്ത് വേട്ടയാടുന്നത് ശരിയാണോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അദ്ദേഹത്തെ വെറുതെ വിട്ടുകൂടെ ഇ പിയെ? അല്ല, ഇ പി ജയരാജൻ നിഷ്കളങ്കനായിട്ടാണോ തലേ ദിവസം, അതായത് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പോളിംഗ് ദിവസമാണ്, ഏപ്രിൽ മാസം 26-ാം തീയതിയാണ്. 25-ാം തീയതി ശ്രീ കെ സുധാകരൻ പറഞ്ഞു ഇ പി ജയരാജൻ BJP-യിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് പറഞ്ഞപ്പോൾ കെ സുധാകരൻ മരുന്ന് കഴിക്കാഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുകയും, എന്നാൽ 26-ാം തീയതി രാവിലെ പോളിംഗ് ദിവസം തന്നെ വന്നിട്ട് ഞാൻ അങ്ങനെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ നിഷ്കളങ്കതയുടെ ഭാഗമായിട്ടാണോ? ഈ പറയുന്ന അദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിട്ടുള്ള CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AK സെന്ററിന് നേരെ എതിർവശത്തുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർക്കുള്ള ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താതെ ഒഴിഞ്ഞ സ്ഥലത്ത് രഹസ്യമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി മകന്റെ ഫ്ളാറ്റിലേക്ക് പോയത് നിഷ്കളങ്കത കൊണ്ടാണോ? പക്ഷേ ചർച്ച നേരത്തെ ജ്യോതികുമാർ ചാമക്കാല ഇ പിക്ക് അപ്രതീക്ഷിതമായി ജ്യോതികുമാർ ചാമക്കാലയുടെ അഞ്ചലെ വീട്ടിലേക്ക് ഈ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ മറ്റേതെങ്കിലും ഒരു നേതാവിനെ കൂട്ടി വന്നാൽ താങ്കൾ എന്ത് ചെയ്യും ജ്യോതികുമാർ ചാമക്കാല? അത്രയും നിഷ്കളങ്കനാണ്. അവിടെയാണ് പ്രശ്നം. ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഇ പി ജയരാജൻ അദ്ദേഹം മകൻ്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ എത്തി അദ്ദേഹത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത്രയ്ക്ക് നിഷ്കളങ്കനാണ് ഇ പി ജയരാജൻ ഞാൻ അറിഞ്ഞിരുന്നില്ല. അരുൺകുമാറെ, ഇത്രയേറെ നിഷ്കളങ്കനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആരോടും പറയാതെ 1.5 വർഷം വെച്ചിരിക്കുന്നു. ഇവിടെ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ടല്ലോ. ഇവിടെ ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഇ പി ജയരാജൻ കള്ളം പറയുന്നു. മറ്റേ ദല്ലാളിനെ സംബന്ധിച്ച് പോട്ടെ, അദ്ദേഹത്തിന് ലാഭം എവിടെയാണോ നഷ്ടം എവിടെയാണോ അദ്ദേഹം അങ്ങോട്ട് പോകുന്നു നമുക്ക് വിചാരിക്കാം. പക്ഷേ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന 2 പേർ, ഒരാൾ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിൽക്കുന്നു, ഒരാൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയും LDF കൺവീനറുമായി നിൽക്കുന്നു. ഇവരിൽ 2 പേരും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നു. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ സംഭവിച്ചതിൽ തിരുത്തൽ വരുത്തിയിട്ടുള്ളത് അല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. പാർട്ടി ഇപ്പം എന്താ തീരുമാനിച്ചിട്ടുള്ളത്? മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരുമായിട്ട് എന്ത് തരത്തിലുള്ള സമ്പർക്കവുമാകാം. എന്താ അദ്ദേഹം പറഞ്ഞത്? രാഷ്ട്രീയ എതിരാളിയെ കാണുമ്പോൾ കൂട്ടത്തിലൊരു ചായ കുടിക്കുന്നത് പ്രത്യയശാസ്ത്ര ചായ കുടിക്കുന്നിടത്ത് അവസാനിക്കുന്നതല്ല, പ്രത്യയശാസ്ത്ര ബോധം എന്ന പൈങ്കിളി സങ്കല്പമാണ് ഉള്ളത്, അങ്ങനെ അവസാനിക്കില്ല എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അവിടെയാണ് ഞാൻ കൃത്യമായി ചോദിക്കുന്നത്. പ്രധാനമന്ത്രി ശ്രീ NK പ്രേമചന്ദ്രനെ ക്ഷണിക്കുകയും അദ്ദേഹം ഒരു കഫറ്റീരിയയിൽ പോയി ചായ കുടിക്കുകയും ചെയ്തപ്പോൾ, ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ CPM-ന്റെ MP എന്ന് സെൽഫി എടുത്തിട്ടുണ്ട്, അത് വേറെ വിഷയം. ചായ കുടിക്കുകയും ചെയ്തത് പരസ്യമായി തന്നെ, അതും പാർലമെൻറ്റ് ഹാളിൽ തന്നെയാണ്, പാർലമെൻറ്റ് ബിൽഡിങ്ങിൽ തന്നെയാണ്. അങ്ങനെ നടത്തിയതിനെതിരായിട്ട് എളമർ കരീം ഉൾപ്പെടെയുള്ളവർ പ്രകടനം നടത്തി. CI2-ന്റെ സംസ്ഥാന നേതൃത്വം, CI2-ന്റെ ജില്ലാ കമ്മിറ്റി പ്രേമേന്ദ്രൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തി, DYFI പ്രകടനം നടത്തി. എങ്കിൽ AKG സെൻറ്ററിലേക്ക് ഒരു പ്രകടനം DYFI നടത്തുമോ? CI2 നടത്തുമോ? അപ്പോൾ ഇതെന്താണ് രണ്ട് പ്രത്യയശാസ്ത്രം? ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അരുൺകുമാറെ. അതിലത്തെ കോവാലൻ ചേട്ടൻ്റെ മോൻ, അയാൾ കോളേജിലേക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കള്ളുഷാപ്പിൽ പോയി അടിയുണ്ടാക്കി. അപ്പോൾ കള്ളുഷാപ്പിൽ പോയി അടിയുണ്ടാക്കി വീട്ടിലിറങ്ങി പ്രശ്നമായി. അപ്പോൾ കോവാലൻ ചേട്ടൻ വിളിച്ച് പറയാണ്, മോനെ നീ കള്ളു കുടിക്കാൻ പോയതോ അടിയുണ്ടാക്കിയതോ ഒന്നും പ്രശ്നമല്ല, പക്ഷേ നീ രാജേഷിൻ്റെ കൂടെ പോകരുത്, രാജേഷിൻ്റെ കൂടെ പോയി കള്ളു കുടിക്കരുത്, നീ പോയി കള്ളു കുടിച്ചോളൂ എന്ന് പറയുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. താങ്കൾ പറഞ്ഞ ഈ കാര്യത്തിലാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനാണ് ഹസ്കറാണ് അതിന് മറുപടി പറയേണ്ടത്. ബാക്കി 2 വിഷയങ്ങളിൽ നിന്ന് പാർട്ടി വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ഇ പി ജയരാജൻ 1 വർഷം മുമ്പ് നടന്ന ഈ സംഭവം പാർട്ടി ഘടകത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി ആ വാദം പൊളിഞ്ഞു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പിന്റെ ദിവസം ഇത് ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയത് ശരിയാണോ? ജ്യോതികുമാർ ചാമക്കാല, നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രമല്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ സത്യസന്ധനായതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന അതേ ദിവസം തന്നെ വോട്ട് ചെയ്തിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ് സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഒരാൾ അവതരിപ്പിച്ചാൽ അത് അയാൾക്കെതിരെയുള്ളൊരു കുറ്റമായി നമ്മൾ ചാർത്തുകയാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ചോദിക്കുന്നു വി ഗോവിന്ദൻ. ജ്യോതികുമാറെ കരുതുന്നത് എന്താണ്? അത് മറച്ചു വയ്ക്കണമായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 2023 മുതൽ 1 വർഷം എന്തിനു മറച്ചു വെച്ചു? 2024 ഏപ്രിൽ മാസം 26-ാം തീയതി രാവിലെ 9 മണിക്ക് മാത്രമേ അദ്ദേഹത്തിന് പോവാത്തത് കൊണ്ട്, ഒത്തുതീർപ്പ് ഡീലുകൾ നടക്കാത്തത് കൊണ്ട്, ആ മിഷൻ പാളിപ്പോയത് കൊണ്ട് അത് പുറത്തറിയേണ്ട ആവശ്യമില്ലല്ലോ. ശരി, വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിച്ചാൽ വീണ്ടും അതേ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് 3 പ്രാവശ്യം കണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച്.
അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. Correct. അതിനപ്പുറത്തേക്ക് അതിലാണ് പ്രധാനപ്പെട്ട ഒരു തലേന്ന് concern ഉള്ളത്. ചോദിച്ചപ്പോൾ പോലും ലളിത പറയാത്തത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയോ, രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയോ, നന്ദകുമാറിന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയോ? Debate with Arun Kumar.